സ്നേഹബഹുമാനപ്പെട്ട ആൻഡോച്ച, സ്നേഹമുള്ള ജോണച്ച, അരുണച്ച, സെയിന്റ് തോമസ് പള്ളി ധർമാരം ഇടവകയിലെ സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, നമ്മുടെ ഇടയിൽ വന്ന് ഒരു വർഷം അതിമനോഹരമായി സേവനമനുഷ്ഠിച്ചതിനു ശേഷം അരുണച്ചൻ വിടവാങ്ങുകയാണ്. അച്ഛൻ ഇവിടെ വന്ന് സ്വന്തം മന്ദസ്മിതത്താല് നമ്മുടെ ഹൃദയങ്ങൾ കവരുകയുണ്ടായി. നമ്മുടെ ഹൃദയങ്ങളിൽ അച്ഛൻ ഇടം പിടിച്ചു. അച്ഛൻ ചെയ്ത സേവനത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഓർക്കുക, അച്ഛൻ ആ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതും നമ്മളുമായിട്ട് സംവേദിക്കുന്നതും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതും സുഖമില്ലാതിരുന്ന അവസരത്തിൽ കൂടി നടക്കുവാൻ പ്രയാസമുണ്ടായിരുന്നിട്ട് കൂടി ആ മദ്ബഹായിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിച്ചതും കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ചതും വിവിധങ്ങളായിട്ടുള്ള ഉദാശകൾ പരികർമ്മം ചെയ്തതും. ഒരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചു, കൊച്ചന്മാർക്ക് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു നിരാശയുണ്ടാകും. കാരണം ജീവിതം അത്യാസന്നമായ നിലയിലേക്ക് വരികയുണ്ടായി. ആൻഡോച്ചൻ എത്രമാത്രം കരുതലോടെയാണ് അരുണച്ചനെ കാത്തു പരിപാലിച്ചെന്ന് എനിക്കറിയാം. അത് സ്നേഹത്തോടെ ഓർക്കുന്നു. ആ കൊച്ചനായിരുന്നിട്ട് കൂടി ഒരു നിരാശയില്ലാതെ നമ്മുടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നത് പോലെ നിത്യനായ ആതിഥേയനായ ദൈവം തന്റെ മേശപ്പുറത്ത് വിളമ്പിയ മനോഹരമായ ആഹാര സാധനങ്ങള് ചിലപ്പോൾ അതിന് രുചിയുണ്ടായെന്ന് വരില്ല. അത് സ്വീകരിക്കുന്നതിലാണ് പൗരോഹിത്യ ജീവിതത്തിന്റെ മഹനീയത. ആ മഹനീയത സ്വന്തമായിട്ടുള്ള വൈദികനാണ് വിട പറയുന്നത്. മാണ്ഡ്യ രൂപതയുടെ പേരില് എല്ലാവിധ നന്മകളും നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. പുതിയ ഭൂമികളില് ജോലി ചെയ്യുവാൻ സാധിക്കട്ടെ. വർഷങ്ങൾ കഴിയുമ്പോൾ മടങ്ങി വരണം ആൻഡോച്ചനെ പോലെ ഒരു വികാരിയാകുവാനായിട്ട്. ഒത്തിരിയേറെ കാര്യങ്ങള് ജോമനച്ചനെ നിങ്ങൾ സഹായിക്കാറുണ്ട്. അതെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. അത് ഈ രൂപതയ്ക്ക് വേണ്ടി ചെയ്യുന്ന വലിയ സേവനമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവകയിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന അരുണച്ചൻ പുതിയ ശുശ്രൂഷ മേഖലയിലേക്ക് യാത്രയാവുകയാണ്. അരുണച്ചൻ കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈശോയുടെ സ്നേഹവും സൗമ്യതയും പ്രസരിപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അരുണച്ചൻ നമ്മുടെ ഈ ഇടവക ദേവാലയത്തോട് വിട പറയാനിരിക്കുന്ന ഈ അവസരം നന്ദിയോടെ അച്ഛനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഉൽപ്പത്തി പുസ്തകം അധ്യായം 12 2 വാക്യമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമമഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും. സഹോദരിമാരെ, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹമാകാനാണ്. അച്ഛനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അച്ഛനൊരു അനുഗ്രഹമായത് എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു. നമുക്കറിയാം, മിസ്റ്റർ ഫ്രാൻസിസ് സഹോദരനായിട്ട് ലിയോയുമായിട്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോയി. ഒന്നും പ്രതിഘോഷിക്കാതെ തിരിച്ചു വന്നിട്ട് ലിയോ സഹോദരൻ ചോദിച്ചു, പിതാവെ ഒന്നും സംസാരിച്ചില്ലല്ലോ എന്ന്. ഫ്രാൻസിസ് പിതാവ് പറഞ്ഞ എങ്ങനെയായിരുന്നു, സംസാരം ആവശ്യമുള്ളിടത്ത്, വാക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി, ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാമെന്ന്. തീർച്ചയായിട്ടും അരുണച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അച്ഛൻ വാക്കിനേക്കാൾ ഏറെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവാനും എല്ലാവർക്കും സംലഭ്യനായിരിക്കാനും ലഭിക്കുന്ന ഉത്തരവാദിത്തം വിശ്വസത്തോടെ നിർവഹിക്കാനും ഒക്കെ അച്ഛൻ ഏറ്റെടുത്ത ത്യാഗങ്ങൾ നമുക്കറിയാം. കാലിന് അല്പം അസുഖമൊക്കെ ഒന്ന് വന്നു എങ്കിലും ആ സന്തോഷം ഒരിക്കലും കൈവിട്ടില്ല എന്നുള്ളതാണ്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ 4 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. അച്ഛൻ്റെ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, ദെൻ സിൻസിരിറ്റി ഓഫ് ആക്ഷൻ, ദെൻ കണ്ടൻമെൻറ്റ് ഇൻ ലൈഫ്. ഇതൊക്കെയാണ് അച്ഛനെ എന്നും ഹാപ്പിയായിട്ട് നിലനിർത്താനായിട്ട് സാധിച്ചത്. അച്ഛനെ തുടർന്നുള്ള ജീവിതവും വളരെ മനോഹരമാകുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. എവറി എക്സിറ്റ് ഹാസ് ആൻ എൻട്രി. ഇവിടെ നിന്ന് വിരമിക്കുന്നുണ്ട് എങ്കിൽ പുതിയൊരു മേച്ചിൽപ്പുറം തീർച്ചയായിട്ടും ഉണ്ട്. അതിവിടെയും ശോഭനമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുവാൻ ഇവിടെ ലഭിച്ച ഈ അവസരങ്ങൾ ഉപയോഗപ്രദമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അൽഫോൻസ ഭവന്റെ പേരിൽ അച്ഛന് എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹബഹുമാനപ്പെട്ട അരുണച്ച, ഈ ഒരു വർഷക്കാലം അച്ഛൻ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്, പ്രാർത്ഥനയ്ക്ക്, നന്മകൾക്ക് 1000 നന്ദി. ആടുകളുടെ ഗന്ധമുള്ള അച്ഛനെ തുടർന്നും സർവേശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ.
ആശംസകൾ. ഒരു വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം പുതിയ പ്രവേശന മണ്ഡലത്തിലേക്ക് യാത്രയാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുണച്ചന് യാത്രാമംഗളങ്ങളും പ്രാർത്ഥനയും ആശംസിക്കുന്നു. സെന്റ് തോമസ് ഫോറന ചർച്ചിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം സ്തുത്യർഹമായ സേവനം ചെയ്ത് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് യാത്രയാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുണച്ചന് ST സഹോദരിമാരുടെ പ്രാർത്ഥനാ നിർഭരമായ യാത്രാ ആശംസകൾ. യേശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവിടുന്ന് അവന് നൽകുകയും വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അലങ്കരിക്കുകയും ചെയ്തു. നിത്യ പൗരോഹിത്യത്തിലേക്ക് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഈ കഴിഞ്ഞ ഒരു വർഷങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട അരുണച്ചനെ പറ്റി ഓർക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളുടെ ഇടവകയുടെയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അച്ഛൻ ചെയ്തു തന്ന എല്ലാ സ്തുത്യർഹമായ സേവനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛൻ ഒരു മഹിമയുള്ള ഭാവത്തോടും മധുരശീലത്തോടുകൂടെ ഇടപഴകുന്ന ശാന്തസുന്ദരമായ ഒരു പുഴയായി ഒഴുകുകയായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. പരിശുദ്ധാത്മാവിന്റെ കയ്യൊപ്പുള്ള ഒരു വന്യ പുരോഹിതനാണ് അരുണച്ചൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹനത്തിന്റെ വേളകളിലൂടെ കടന്നുപോയപ്പോഴും അതെല്ലാം ശാന്തസുന്ദരമായ ഒരു പുഷ്പങ്ങളാക്കി മാറ്റുന്നത് ഞങ്ങൾക്കൊരു വലിയ മാതൃകയായിരുന്നു. അരുണച്ചൻ ഒരു പുതിയ പുറത്തേക്ക് കടന്നു പോകുമ്പോൾ അച്ഛന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അച്ഛൻ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും കാവലിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ പെങ്ങന്മാരുടെ എല്ലാവരുടെയും പേരിൽ അച്ഛന് ഒത്തിരി നന്ദി. ബാംഗ്ലൂർ സെന്റ് തോമസ് ഫൊറാന ഇടവകയിൽ നിന്നും ഒരു വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം തന്റെ മാതൃ പ്രോവിൻസിലേക്ക് തിരിച്ചു പോകുന്ന ബഹുമാനപ്പെട്ട അരുൺ അച്ഛന് നമ്മുടെ ചാവറ കൃപാലയ അംഗങ്ങള് എല്ലാവരും ചേർന്ന് എല്ലാവിധ യാത്രാമംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരുണച്ച, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെയർവെൽ ഈസ് പെയിൻഫുൾ, പക്ഷേ സന്യാസിനികൾക്ക് അത് അനിവാര്യമാണ്. തന്റെ ശുശ്രൂഷ രംഗമായ സെന്റ് തോമസിൽ നിന്നും ഒരു വർഷത്തെ തന്റെ സേവനം പൂർത്തിയാക്കി യാത്രയാകുമ്പോൾ ശാന്തിദാൻ കമ്മ്യൂണിറ്റിക്ക് അച്ഛനെ കുറിച്ച് പറയാനുള്ളത്: കണ്ണുകളിൽ കാരുണ്യം, ഹൃദയം നിറയെ സ്നേഹം, അതരത്തിൽ അലിവ്. ഇതായിരുന്നു ഞങ്ങളുടെ അരുണച്ചൻ. തന്റെ അനാരോഗ്യത്തിലും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് യാത്രയാകുമ്പോൾ ബ്ലൂം where you are planted. Best wishes, prayerful greetings. Thank you so much. Goodbye, Father. സ്നേഹമുള്ളവരെ, നമ്മുടെ അരുണച്ചൻ ഒരു വർഷക്കാലം നമ്മളോടുകൂടി ആയിരുന്നു. ഇപ്പൊ അച്ഛന്റെ പ്രൊവിൻസിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ അവസരത്തിൽ അച്ഛന് നമ്മൾ യാത്രാമംഗളങ്ങൾ നേരുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അച്ഛന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും ഏറെ സ്നേഹത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സമരട്ട് സഭാമക്കൾ അച്ഛനോട് ഒന്നുചേർന്ന് നന്ദി പറയുന്നു. ഒരു വർഷക്കാലം ഞങ്ങളോടൊപ്പം സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച സ്നേഹം നിറഞ്ഞ അരുണച്ചന് പ്രഷ്യസ് ബ്ലഡ് സഹോദരിമാരുടെ യാത്രാമംഗളങ്ങൾ സ്നേഹത്തോടെ. പ്രിയപ്പെട്ട അരുണച്ചൻ്റെ സ്നേഹത്തിനും കരുതലിനും എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. പുതിയ ശുശ്രൂഷ രംഗത്ത് അച്ഛന് എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹം നിറഞ്ഞ അരുണച്ച, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾക്കായി ചെയ്ത എല്ലാ സ്നേഹ സേവനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരുടെ പേരിൽ ഒത്തിരി നന്ദി. ഞങ്ങളുടെ സവീന സിസ്റ്റേഴ്സിന്റെ എല്ലാവിധ യാത്രാമംഗളങ്ങളും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട അരുണച്ചൻ തന്റെ ഒരു വർഷത്തെ സ്തുത്യർഹമായ സേവനം അവസാനിപ്പിച്ച് നമ്മുടെ ഇടവകയിൽ നിന്ന് തന്റെ പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് യാത്രയാകുകയാണ്. അച്ഛൻ്റെ ഏറ്റവും സൗമ്യമായ പെരുമാറ്റ രീതി ഈ ഇടവകയെ മുന്നോട്ട് നയിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അച്ഛൻ സെന്റ് തോമസ് ഇടവകയ്ക്ക് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങളും
ഇടവകാംഗങ്ങൾ എല്ലാവരും ഒന്നായിട്ട് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അച്ഛൻ്റെ പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് ഈ ഇടവക ഒന്നാകെ അച്ഛനെല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ട്രസ്റ്റി ബോർഡിന്റെ പേരിൽ അച്ഛന് എല്ലാവിധ നന്മകളും നേരുന്നു. ഒരു വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഈ ഇടവകയിൽ നിന്നും തന്റെ പ്രൊവിൻസിലേക്ക് തിരിച്ചു പോകുന്ന അരുണച്ചന് എല്ലാ സ്റ്റാഫിന്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. തുടർന്ന് എല്ലാവിധ ദൈവാനുഗ്രഹവും അച്ഛന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Arunacha, your stay over here was very short. Thank you for your support towards the school. We really appreciate it, and we are from all the St. Tom Kinder. We wish you a bright and a future endeavor wherever you go. Best of luck for all the sisters. അച്ഛാ, ഈ ഒരു വർഷക്കാലം ചെയ്ത എല്ലാ സേവനങ്ങളും ഞങ്ങളെല്ലാവരും നന്ദി സമർപ്പിക്കുന്നു. അതേപോലെ ഇനി പോകുന്ന മേഖലയിൽ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സെൻറ് തോമസ് ഇടവക ദേവാലയത്തിൽ ഒരു വർഷക്കാലത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് ശേഷം തൻ്റെ പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് യാത്രയാവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അരുണച്ചൻ. വിശ്വാസ പരിശീലന രംഗത്ത് കഴിഞ്ഞൊരു വർഷം അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് ഭാഗ്യമായും ദൈവകൃപയായിട്ടും ഞാൻ കാണുന്നു. എപ്പോഴും എല്ലാവർക്കും അരുണച്ചൻ സംലഭ്യനായിരുന്നു. പ്രസന്നവദനരായി തന്നോടൊപ്പമുള്ളവരെ എപ്പോഴും ഉന്മേഷഭരിതരാക്കാൻ അച്ഛനുണ്ടായിരുന്ന പ്രത്യേക കഴിവ് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ കൃപ മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ കർമ്മമണ്ഡലത്തിൽ ദൈവം സമൃദ്ധമായി അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പരിശീലന കുടുംബാംഗങ്ങളുടെ പേരിൽ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ നേരുന്നു. ദൈവം അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു വർഷക്കാലം ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പിതൃവേദിയെ നയിച്ച അരുണച്ചന് പിതൃവേദിയുടെ നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്നുള്ള സമയങ്ങളിലും നല്ല നടക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള എല്ലാ മേഖലകളിലും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാതൃപ്രവിശ്യയായ ഉത്തർപ്രദേശിലെ ബിജ്നോറിലേക്ക് യാത്രയാകുന്ന അരുണച്ചനെ മാതൃവേദിയിലെ എല്ലാ അമ്മമാരുടെ പേരിലും യാത്രാമംഗളങ്ങളും ആശംസകളും നേരുന്നു. ഒരു വർഷം അച്ഛൻ ഞങ്ങൾക്ക് തന്ന കരുതലിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. അച്ഛൻ ചെല്ലുന്ന ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ചെയ്യുന്ന ജോലികളിലും സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മാതൃവേദിയുടെ സ്നേഹവും പ്രാർത്ഥനയും നേരും നന്ദി. സ്നേഹസമ്പന്നനായ അരുണച്ചൻ കഴിഞ്ഞൊരു വർഷക്കാലം സെൻറ്റ് ക്രിസ്റ്റഫർ അസോസിയേഷന് നേതൃത്വം നൽകുകയുണ്ടായി. അച്ഛൻ്റെ ഈ കാലയളവിൽ ക്രിസ്റ്റഫർ അസോസിയേഷൻ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അച്ഛന് അസുഖം വന്ന സമയത്ത് പോലും അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തു. അച്ഛന് എല്ലാവിധ ആശംസകളും നേർന്നു. ഒരു വർഷക്കാലം നമ്മളോടൊപ്പമായിരിക്കുകയും നമ്മുടെ വിൻസെൻ്റ് പോൾ സംഘടനയ്ക്ക് നേരായ മാർഗനിർദ്ദേശം നൽകി നമ്മുടെ കൂടെ ആയിരുന്ന സ്നേഹബഹുമാനപ്പെട്ട അരുണച്ചൻ നമ്മുടെ ഇടവകയിൽ നിന്നും വേറെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ സംഘടനയ്ക്ക് അച്ഛനിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ നിറഞ്ഞ് അച്ഛൻ പ്രഘോഷിക്കുന്ന വചനങ്ങൾ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും കൃപകളും ദൈവം ചൊരിയട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ചെയ്ത അങ്ങയുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും ഞങ്ങളുടെ ഇടവകയുടെയും ഞങ്ങളുടെ ലീജിയൻ കുടുംബാംഗങ്ങളുടെയും എല്ലാ പ്രാർത്ഥന ആശംസകളും നേരിടുന്നു. തുടർന്നുള്ള അച്ഛൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ ഒരു വർഷം അരുണച്ചൻ തന്ന എല്ലാ സപ്പോർട്ടിനും ശാന്തോംഗോറിന്റെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം അച്ഛൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്കും പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. നമ്മുടെ ഇടവകയിലെ ഒരു വർഷത്തോളം നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിച്ച നമ്മുടെ സ്വന്തം അരുണച്ചന് SCയുടെ പേരിൽ എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ ഒരു വർഷക്കാലം
നമുക്ക് ഇടവകയിൽ സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചതും YCAക്ക് പൂർണ്ണ പിന്തുണ നൽകിയ പ്രിയപ്പെട്ട അരുണച്ചന് യാത്രാ മംഗളങ്ങൾ. അരുണച്ച, സോ അച്ഛ, വി ജസ്റ്റ് വാണ്ടഡ് ടു താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങളുടെ കൂടെ എപ്പോഴും അച്ഛൻ ഉണ്ടായിരുന്നു, നോ മാറ്റർ വാട്ട്. ഞങ്ങളുടെ STYൻ്റെ കൂടെ ത്രൂ ഔട്ട് ദിസ് ഇയർ യു ഹെൽപ്ഡ് അസ് ഇൻ ഓൾ പോസിബിൾ വേസ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ പൊളിയാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ വൈബായിരുന്നു. ഒരു യങ്സ്റ്റർ പോലെയായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി. പിന്നെ നമ്മൾ എപ്പോൾ ചെന്നാലും അച്ഛൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പം റീസെൻ്റ്ലി കാലോട്ട് ഇരുന്ന ടൈമിലാണെങ്കിലും നമ്മൾ പോയി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം അച്ഛൻ കാലെങ്ങനെയുണ്ട്, ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ വിൽപ്പിലേക്ക് പിന്നെ അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ പോവാം, പെരുന്നാളിൽ ചാടാൻ വരുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടിരുന്നു. സോ അച്ഛനല്ലേ നമ്മൾ എപ്പോൾ എന്തൊരു കാര്യം പറയാൻ ചെന്നാലും ചിരിച്ചിട്ടല്ലാതെ നമ്മൾ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. സോ എക്സാക്ട്ലി, അച്ഛൻ പൊളിയാണ്, അച്ഛൻ അടിപൊളിയാണ്. അച്ഛൻ ഭയങ്കര കാമായിരുന്നു. ലൈക്ക് എവറി ടൈം ഞങ്ങളിപ്പോൾ എന്തൊരു ആവശ്യത്തിന് പോയാലും അച്ഛനടുത്ത് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പോലും അച്ഛ യു ടുക്ക് ടൈം ഫോർ അസ് ആൻഡ് യു പ്രേഡ് ആൻഡ് വി നോ ദാറ്റ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് അറിയാം. സെയിം വേ ലൈക്ക് ഞങ്ങളും വിൽ ഡെഫിനറ്റ്ലി കീപ് യു ഇൻ അവർ പ്രേയേഴ്സ്. അപ്പോൾ അച്ഛ, ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും പ്രിയപ്പെട്ട അരുണച്ച, കഴിഞ്ഞ ഒരു വർഷത്തെ കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ നിന്ന് യാത്രയാവുമ്പോൾ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അച്ഛനെ അനുഗ്രഹിക്കട്ടെ. അച്ഛന്റെ മുന്നോട്ടുള്ള പാതയിൽ ദൈവം, സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഞങ്ങൾ എപ്പോഴും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.